ഗൈസ്, സോ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഞ്ച് ടൈമായി. ഇപ്പോൾ ഏകദേശം 1:30 അപ്പോൾ നമുക്ക് ഇന്ന് എന്താ കഴിക്കണതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ആക്ച്വലി ഞാൻ നാളായിട്ടുള്ള ഒരാഗ്രഹമാണ് ചിക്കൻ ബിരിയാണി. അത് ബിരിയാണി റൈസും ഇവിടെ എങ്ങനെ കിട്ടാം, ഇവിടെ നോർമലി വെച്ച് നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് കിട്ടാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പണ്ടത്തെ കല്യാണത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ഈ ബിരിയാണിയുടെ ഒപ്പം ചിക്കൻ കറി കിട്ടില്ലേ, അത് ചിക്കൻ വറുത്തിട്ട് വെക്കുന്ന ഒരു സ്റ്റൈലില്ലേ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് എന്തൊക്കെ കഴിക്കണമെന്ന് കാണാം, അതായത് ഫുഡ് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. റൈസ്, പിന്നെ ചിക്കൻ വറുത്ത കറി, ചിക്കൻ വറുത്തിട്ട് കറി വെച്ചത് അതാണ്. പിന്നെ ഒരു ബോയിൽഡ്, പിന്നെ സലാഡ്, അച്ചാറ് റീസെൻ്റ് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഈ അച്ചാറിൽ ഈ നാരങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്, ഇത്തിരി കയ്പുള്ള ടൈപ്പ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ. സൺഡേ ആയിട്ട് നമ്മൾക്ക് ബിരിയാണി ഇല്ലാണ്ട് എന്താഘോഷം. സോ നമുക്കത് സർവ് ചെയ്യാം. ഇന്നലെ മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് ഞാൻ ജസ്റ്റ് ഓവനിൽ ഇത്തിരി വെള്ളം ഒഴിച്ച്, ഓവനിലല്ല പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിൽ മുട്ട വയ്ക്കും. മുട്ട ഒരു ചെറിയ രീതിയിൽ ചൂടാവും. അങ്ങനെയാണ് ഞാൻ നോർമലി മുട്ട പുഴുങ്ങാറ്. മീൻസ് പുഴുങ്ങിയ മുട്ട ഞാൻ യൂസ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, സോ ഇന്ന് ഇടാന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. പിന്നെ ഞാനൊരു ബിഗിനറാണ്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ എല്ലാ ഫുഡും സർവ് ചെയ്തിട്ട് കഴിക്കാം. നമുക്ക് ഫുഡൊക്കെ തിരിച്ച് ചൂടാക്കാം. നമ്മൾ വെച്ചതൊക്കെ ബിരിയാണി റൈസാണ്. ഇതിപ്പം ബിരിയാണി റൈസ് ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. പക്ഷെ ഇതിൽ മറ്റേ പൈനാപ്പിൾ എസൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. കുറച്ചധികം ഞാൻ ഇത്തിരി അധികം ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം നാളെ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുമല്ലോ. ഇത് ബിരിയാണി എന്നൊന്നും പറയില്ല, ചിലപ്പോൾ നെയ്ച്ചോറ്, ആവശ്യത്തിന് ചിക്കൻ ലെഗ് പീസ്. നമുക്ക് ചൂടാക്കി ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി ബാക്കിയൊക്കെ സാധനങ്ങൾ ഇട്ടിട്ട് കഴിക്കാം. ഇന്ന് കാലത്ത് ഞാൻ ഫുഡ് കഴിച്ചില്ല ബിക്കോസ് ഓഫ് ദിസ് ബിരിയാണി. നല്ല മണം. ഞാൻ ഇതെല്ലാം ഒഴിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് ഷെയർ യൂസ്. വായില് വെള്ളം വരണം കുറച്ച്. ഇതാണ് ബിരിയാണി. ഇത് ബിരിയാണിയാണോ മന്തിയാണോ നെയ്ച്ചോറാണോ എന്ന് എന്നോട് ചോദിക്കരുത്. പക്ഷേ ഇത് അടിപൊളിയായി. ബിരിയാണി പ്ലസ് നെയ്ച്ചോറ്, ചോറ്, സലാസ്, ചിക്കൻ, മുട്ട, അച്ചാർ. സോ നമുക്ക് കഴിക്കാം.
കഴിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. സോ മടിയിൽ വെച്ചിട്ട് കഴിക്കേണ്ടി വരും. സോ ഇതാണ് ഫുഡ്. കുറച്ച് സാലഡ് എടുക്കുക, ഒരു കഷ്ണം ചിക്കൻ പീസ് എടുക്കുക, അച്ചാർ എടുക്കുക, മുട്ട ലാസ്റ്റ് കഴിക്കല്ലേ എടുത്തിട്ട് ഇതാണ് സംഭവം. ഞാൻ എന്താണ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകുന്നത് ആ ടേസ്റ്റ് എനിക്ക് ചിക്കനൊക്കെ കഴിക്കുമ്പോഴെങ്കിലും വീട്ടിൽ നമ്മൾ ഉരുളിയിൽ വെക്കില്ലേ ആ ഒരു ടേസ്റ്റ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാം, ഞാൻ ഐ വിൽ ഷെയർ വിത്ത് യു ദിസ് റെസിപ്പി. അച്ചാറിനൊന്നും എനിക്കറിയില്ല. അച്ചാറിനൊരു പ്രത്യേകത ഉണ്ട്. ഈ നാരങ്ങ അച്ചാറിന് ചെറിയൊരു കയ്പുണ്ട്. എനിക്ക് ആ കയ്പ് ഭയങ്കര ഇഷ്ടമാണ്. സോ എല്ലാവരും സൺഡേ ആയിട്ട് ഫുഡ് കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്. പിന്നെ എന്താ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മൂവി കാണാൻ എന്നിട്ട് കിടന്നുറങ്ങണം. അതാണ് ഇന്നത്തെ സൺഡേ പരിപാടി.